പൂർവപിതാവായ അബ്രഹാം ജഡപ്രകാരം പ്രശംസിപ്പാൻ എന്തു പ്രാപിച്ചു? പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു. അബ്രഹാം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടതെങ്ങനെ? വിശ്വാസത്താൽ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് എന്തായിട്ടാണ് കണക്കിട്ടത്? നീതിയായി. വിശ്വാസത്തിൽ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് കൂലി കണക്കിടുന്നത് എങ്ങനെയാണ്? കൃപയാൽ. പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് എന്തായിട്ടാണ്? കടമായിട്ട്. അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസം എന്തായിട്ടാണ് കണക്കിടുന്നത്? നീതിയായി. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ആരാണെന്നാണ് ദാവീദ് വർണ്ണിക്കുന്നത്? ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ആരാണ്? ഭാഗ്യവാൻ. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ആരുടെ വാക്കുകളാണിത്? പഴയ നിയമഭാഗം ഏതാണ്? ദാവീദിൻ്റെ വാക്കുകൾ. സങ്കീർത്തനം 32 1-2 വാക്യങ്ങൾ. അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി അബ്രഹാമിന് ലഭിച്ച അടയാളം എന്താണ്? പരിച്ഛേദന. പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന ദൈവം മനുഷ്യന് നൽകിയ ഭാഗ്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതാരാണ്? ദാവീദ്. പരിച്ഛേദനക്കാർക്കും അഗ്രചർമ്മികൾക്കും പിതാവായിരിക്കേണ്ടതിന് ദൈവം തെരഞ്ഞെടുത്തത് ആരെയാണ്? അബ്രഹാമിനെ. അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വിശ്വാസത്തിൻ്റെ നീതിയാൽ ലഭിച്ച വാഗ്ദത്തം എന്താണ്? ലോകാവകാശി ആകും എന്നുള്ള വാഗ്ദത്തം. ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വ്യർത്ഥമാകുന്നത് എന്താണ്? വിശ്വാസം. ന്യായപ്രമാണം എന്തിന് ഹേതുവാകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? കോപത്തിന്. വിശ്വാസത്താൽ അവകാശികൾ ആകുന്നത് എന്തിനാലാണ്? കൃപാദാനത്താൽ. അവകാശികൾ എന്ന വാഗ്ദത്തം ആർക്കെല്ലാമാണ്? ന്യായപ്രമാണമുള്ളവർക്കും അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും, അതായത് പരിച്ഛേദനക്കാർക്കും അഗ്രചർമ്മികൾക്കും. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെപ്പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി ദൈവത്തെ വിശ്വസിച്ചതാരാണ്? അബ്രഹാം. ബഹുജാതികൾക്ക് പിതാവാരാണ്? അബ്രഹാം. അബ്രഹാം നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് ആരുടെ ദൃഷ്ടിയിലാണ്? ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. ബഹുജാതികൾക്ക് പിതാവാകും എന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചതാരാണ്? അബ്രഹാം. അബ്രഹാമിൻ്റെയും സാറയുടെ ഗർഭപാത്രത്തിൻ്റെയും നിർജീവത്വം ഗ്രഹിച്ചിട്ടും അബ്രഹാം ക്ഷീണിച്ചു പോകാത്തത് ഏതിലാണ്? വിശ്വാസത്തിൽ. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തത് എന്തിനാണ്? ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ. ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിച്ചതാരാണ്? അബ്രഹാം. അബ്രഹാം ദൈവത്തെ ഉറച്ചു വിശ്വസിച്ചതുകൊണ്ട് അബ്രഹാമിനത് എന്തായി കണക്കിട്ടു? നീതിയായി. യേശുക്രിസ്തുവിനെ മരണത്തിന് ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം.
യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചത് എന്തിനാണ്? നമ്മുടെ നീതീകരണത്തിനായി. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചതാരാണ്? ദൈവം. വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ദൈവം ശക്തനെന്ന് വിശ്വസിച്ചു. അത് നീതിയായി കണക്കിട്ടു. ആർക്കെല്ലാം? അബ്രഹാമിനും ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും.